ലോജിക്കിനെതിരായ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേരും KSIDCയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്ക്, അതുവഴി CMRL മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണമുണ്ട് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കമ്പനി രജിസ്ട്രാർ മുൻപാകെ നൽകിയ മൊഴിയിൽ ആരോപണം വീണ വിജയൻ നിഷേധിച്ചു. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇപ്പോൾ ROC റിപ്പോർട്ടിന്റെ വിവരങ്ങൾ കൂടുതലായി പുറത്തുവരികയാണ്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന തരത്തിൽ പരാമർശമുണ്ട് ഈ റിപ്പോർട്ടിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കർണാടക കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ CMRL എക്സാലോജിക് മാസപ്പടി വിവാദവുമായി ബന്ധിപ്പിക്കുന്ന പരാമർശങ്ങളുള്ളത്. നേരത്തെ ആദായനികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിന്റെ കണ്ടെത്തലിലും മുഖ്യമന്ത്രിയെ ഈ ഇടപാടുമായി ബന്ധപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രിവിലേജ് കൊണ്ടാണ് വീണയ്ക്ക് ഇത്തരത്തിൽ പണം ലഭിച്ചത് എന്നായിരുന്നു ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. സമാനമായ തരത്തിലുള്ള നിരീക്ഷണമാണ് കർണാടക കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിലും ഉള്ളത്. വ്യവസായ വകുപ്പിന് കീഴിലെ KSIDCക്ക് CMRL കമ്പനിയിൽ 13.4% ഓഹരിയുണ്ട്. CMRL ബോർഡിൽ നിർണായക സ്വാധീനം ചെലുത്താവുന്നവരെയാണ് ഈ ഡയറക്ട് ബോർഡിലേക്ക് സർക്കാർ നിയമിച്ചിട്ടുള്ളത്. ഇതോടെ മുഖ്യമന്ത്രി നിർദ്ദേശമനുസരിച്ച് അല്ലെങ്കിൽ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് CMRL പ്രവർത്തിക്കേണ്ടി വരും. എക്സാലോജിക്കും CMRLുമായി കരാർ ഒപ്പിട്ട കാലത്ത് പിണറായി വിജയനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. എക്സാലോജിക്കിന്റെ ഡയറക്ടർ ആയിരുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും. അപ്പോൾ ഇരു പാർട്ടികളും തമ്മിൽ കരാർ ഒപ്പിടുമ്പോൾ ഈ ബന്ധം, അതായത് CMRL ഓഹരി പങ്കാളിത്തമുള്ള KSIDCയെ നയിക്കുന്ന മുഖ്യമന്ത്രിയും എക്സാലോജിക്കും തമ്മിലുള്ള കരാർ ഒപ്പിടുമ്പോൾ ഈ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്തിയിരുന്നില്ല. ഇത് കമ്പനി നിയമങ്ങളുടെ ലംഘനമാണ് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ ആരോപണം കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ മൊഴിയിൽ വീണ വിജയൻ നിഷേധിച്ചു. KSIDC CMRL നിക്ഷേപം നടത്തിയത് 1991 ആ സ്ഥാപനവുമായി തന്റെ കുടുംബാംഗങ്ങൾക്ക് KSIDC ഡയറക്ട് ബോർഡിലും മറ്റും തന്റെ കുടുംബാംഗങ്ങൾ ആരുമില്ല. കമ്പനിയെ നിയന്ത്രിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരാണെന്നും മറ്റുമായിരുന്നു വീണ വിജയന്റെ മൊഴി. മാത്രമല്ല KSIDC ഡയറക്ട് ബോർഡിന്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റി മുഖ്യമന്ത്രി അല്ല, തന്റെ പിതാവല്ല എന്നും വീണ വിജയൻ ഈ മൊഴിയിൽ പറയുന്നു. എന്നാൽ ഇത് നിയമപരമായും വസ്തുതാപരമായും അതുകൊണ്ട് ഈ തൽപര കക്ഷി എന്ന് പറയുന്ന ആക്ഷേപം, അതായത് രണ്ട് പരസ്പര ബന്ധമുള്ളവരുടെ ഇടപാടാണ് എന്ന് പറയുന്ന ആക്ഷേപം നിലനിൽക്കുന്നതല്ല എന്നാണ് വീണ വാദിച്ചത്. എന്നാൽ സ്വന്തം നിലയിൽ ഈ എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ പേരിലല്ലാതെ വ്യക്തിപരമായും 55 ലക്ഷം രൂപ ഈ CMRL കമ്പനിയിൽ നിന്ന് വീണ വിജയൻ കൈപ്പറ്റിയിട്ടുണ്ട്. അത് ഏത് നിലയ്ക്കാണ് എന്ന് വീണയ്ക്ക് കൃത്യമായി വിശദീകരിക്കാനായില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏത് റിപ്പോർട്ടിലാണ് വ്യക്തിപരമായി ഇത്തരം പണം വാങ്ങിയെന്ന കാര്യം ഉള്ളതെന്ന് പറഞ്ഞാൽ മാത്രമേ മറുപടി പറയാൻ കഴിയൂ എന്ന ഒരു നിലപാടാണ് ഈ കമ്പനി രജിസ്ട്രാർക്ക് മുന്നിൽ വീണ വിജയൻ സ്വീകരിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വീണയും CMRലുമായി കരാർ ഒപ്പിട്ടിട്ടില്ല എന്നാണ് എക്സാലോജിക്ക് വിശദീകരിച്ചത്. സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപനമായ എക്സാലോജിക്കിന്റെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി വീണയ്ക്ക് സ്വന്തം നിലയിൽ വേണമെങ്കിൽ കൺസൾട്ടൻസി നടത്താനുള്ള ശേഷിയുണ്ട് എന്നാണ് എക്സാലോജിക്ക് ഈ കമ്പനി രജിസ്ട്രാർക്ക് നൽകിയ മൊഴിയിൽ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ശരിയല്ല എന്ന വാദമാണ് വീണ ഉയർത്തിയത്. എന്തായാലും ഈ കമ്പനി മരവിപ്പിക്കാൻ നൽകിയ വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമാണ് എന്നുള്ള കുറ്റപ്പെടുത്തലും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് വീണയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളും ഈ കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും ആദായനികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡിൽ ഈ മാസപ്പടി വിവാദവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഏത് തരത്തിലാണോ ബന്ധിപ്പിച്ചത്, സമാനമായ രീതിയിൽ കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടും മുഖ്യമന്ത്രിയെ പരാമർശിക്കുന്നു, ബന്ധപ്പെടുത്തുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരുന്ന പ്രസക്തമായ വിവരം. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.